കർക്കിടകക്കൂറിൽ വരുന്ന നക്ഷത്രങ്ങൾ പുണർദത്തിൻ്റെ അവസാനത്തെ കാൽഭാഗം, പൂയം, ആയില്യം നക്ഷത്രങ്ങളാണ്. ഇവരെ സംബന്ധിച്ചിടത്തോളം അഷ്ടമശനിയുടെയും അതുപോലെ തന്നെ ഒൻപതിൽ നിൽക്കുന്ന രാഹുവിൻ്റെയും സഞ്ചാരം പ്രത്യേകം ശ്രദ്ധിക്കണം. അതോടൊപ്പം തന്നെ ഇവർക്കിപ്പോൾ 7ാം ഭാവത്തിലേക്ക് ശുക്രൻ വന്നിരിക്കുന്നതും 7ാം ഭാവത്തിൽ ചൊവ്വ വളരെ ശക്തിയോടുകൂടി നിൽക്കുന്നതുമൊക്കെ തന്നെ ഗാർഹസ്ഥ്യ ബന്ധങ്ങളിൽ ഉണ്ടാകാവുന്ന ചെറിയ കലഹമോ പ്രശ്നമോ ആണ്. ചിലപ്പോൾ വീട്ടിൽ നിന്ന് അകന്നു നിന്നേക്കാനുള്ളൊരു സാധ്യത കാണുന്നുണ്ട്. ഇവിടെ ശുഭഗ്രഹങ്ങളുടെ സാന്നിധ്യം കൂടി ഉള്ളതുകൊണ്ട് ഒരുപക്ഷെ വിദേശ സംബന്ധമായ ജോലിയിലോ അല്ലെങ്കിൽ ജോലി കയറ്റം കിട്ടി മറ്റൊരു ജില്ലയിലേക്കോ മറ്റൊരു സ്ഥലത്തേക്കോ പോകേണ്ടി വരുന്നതിൻ്റേതായ ചെറിയ അകൽച്ചകൾ മാത്രമായിരിക്കും. അതൊരു കലഹത്തിൻ്റെയോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും തരത്തിൽ വേർപിരിഞ്ഞു നിൽക്കുന്നതിൻ്റെയോ അവസ്ഥയായി കണക്കാക്കേണ്ടതില്ല. അതുകൊണ്ട് തന്നെ ഈ മാറ്റം, ഈ അകന്നു നിൽക്കൽ സാമ്പത്തികമായ ഗുണവും ജോലി സംബന്ധമായ കാര്യങ്ങളിൽ ഉയർച്ചയും ജീവിതത്തിൽ മൊത്തത്തിൽ പുരോഗതി ഉണ്ടാകുന്നതിൻ്റെ ലക്ഷണമായും കണ്ടാൽ മതി. പൊതുവെ ഗുണകരമാണ് ഈ മാറ്റങ്ങൾ. എന്നാൽ അഷ്ടമത്തിൽ നിൽക്കുന്ന ശനി കാര്യങ്ങൾക്കൊക്കെ എപ്പോഴും ഏതെങ്കിലും തരത്തിലുള്ള തടസ്സമോ പ്രശ്നമോ ഉണ്ടാക്കാനുള്ള സാധ്യതയുണ്ട്. എല്ലാ കാര്യവും മനസ്സിനെ അല്പം വിഷമിപ്പിച്ചിട്ടോ അല്ലെങ്കിൽ അല്പം അമാന്തം നൽകിയിട്ടോ ആയിരിക്കും അതിൻ്റെ ശുഭകരമായ അവസ്ഥയിലേക്ക് മാറുക. അത് പ്രത്യേകം ശ്രദ്ധിച്ചുകൊള്ളുക. 9ൽ നിൽക്കുന്ന രാഹു പിതാവിനത്ര നല്ലതല്ല. സാമ്പത്തികമായ ദോഷമോ അല്ലെങ്കിൽ ശാരീരികമായ ആവശ്യമോ പിതാവിന് വരുത്തി വയ്ക്കാനുള്ള സാധ്യതയുണ്ട്. എന്നാൽ ഈ നക്ഷത്രക്കാർ, കർക്കിടകക്കൂറിൽപ്പെട്ട നക്ഷത്രക്കാർക്ക് ഇപ്പോൾ കഴിഞ്ഞ കുറേ നാളുകൾക്ക് ശേഷം കുറച്ചുകൂടി മനസ്സിന് സന്തോഷവും ഉല്ലാസവും ശുഷ്കാന്തി തങ്ങളുടെ കർമ്മരംഗങ്ങളിൽ വ്യാപരിപ്പിക്കാനും സാധിക്കുന്ന ഒരു വാരമായിട്ടാണ് കാണുന്നത്. അതുപോലെ കർമ്മരംഗത്ത് ഒരു മാറ്റം പ്രതീക്ഷിക്കാവുന്ന അവസ്ഥ കാണുന്നു. അതുപോലെ സാമ്പത്തികമായ നേട്ടവും കാണുന്നു. വേണ്ടപ്പെട്ട ചില രക്തബന്ധുക്കളുടെ ശാരീരികമായ അവശതയോ പ്രശ്നങ്ങളോ ഒക്കെ കാണുന്നുണ്ട്. അത്തരം കർമ്മങ്ങളിൽ ചിലപ്പോൾ വ്യസനസമേതം പങ്കുകൊള്ളേണ്ടി വരുന്നതായും കാണുന്നു. പൊതുവെ ഗുണകരം ആണെങ്കിലും ശാരീരികമായ ചില അവശത, കുടുംബത്തിൽ നിന്ന് മാറി നിൽക്കൽ, അതുപോലെ തന്നെ പാദങ്ങളിലും കാലിൻ്റെ കാൽ വണ്ണ എന്ന് പറയുന്ന ഭാഗത്തുള്ള മസിലുകളുടെയും ഒക്കെ ഏതെങ്കിലും തരത്തിലുള്ള അവശത ഉണ്ടാകാനുള്ള സാധ്യതയും കാണുന്നു. ഇവരെ സംബന്ധിച്ചിടത്തോളം ഈ ആഴ്ചയിലെ നല്ല ദിവസങ്ങൾ എന്ന് പറയുന്നത് 14 ഉച്ചയ്ക്ക് ശേഷം 15, 16, 17 ദിവസങ്ങൾ താരതമ്യേന ഭേദപ്പെട്ട ദിവസങ്ങളാണ്.